ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് അൽമാട്ടിയിലെ ഫസ്റ്റ് ദിവസമാണ്. നമ്മളിപ്പോൾ രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഇന്ന് ശരിക്കും നോർമൽ ഫസ്റ്റ് ഡേ സിറ്റി ടൂറാണ് ഉണ്ടാവില്ലേ. നമ്മൾ സിറ്റി ടൂറായിട്ട് അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ്. കാരണം നമുക്ക് തന്നെ ഒന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടും അങ്ങനെയെല്ലാം പോയി ഒന്ന് നോക്കാൻ വെച്ചിട്ട് നമ്മൾ സിറ്റി ടൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് നമ്മൾ സിറ്റി ടൂർ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ടാക്സി വരും. ടാക്സിയിൽ നമ്മൾ നേരെ സിറ്റിയിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് ബാക്കി കറങ്ങാൻ പോവാം. നാളെയും മറ്റന്നേയും നമുക്ക് ടൂർ പാക്കേജ് ഉണ്ട്, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എത്ര നോക്കിയിട്ടാണ്. ഇപ്പം അങ്ങനെ വലിയ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. 3 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ സിറ്റിയിലല്ലേ, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം നമ്മൾ സിറ്റിയിലല്ല ഉള്ളത്, കുറച്ച് ഉള്ളിലേക്കാണ് ഉള്ളത്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് സിറ്റിയിലേക്ക്. പക്ഷേ കറക്റ്റ് മൗണ്ടെയിൻ ഏരിയ അല്ലേ, അല്ല, അത് പോകണം, കുറച്ചും കൂടെ പോകണം. പിന്നെ ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തെല്ലാം നടക്കാൻ പോയി. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നല്ലേ. ഇപ്പം അത്ര വലിയ തണുപ്പില്ല എന്നാലും. പക്ഷെ ഇപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് തണുപ്പ് അറിയില്ല. നമ്മൾ തെർമൽ ഇട്ടിട്ടുണ്ട്, നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതിനകത്താണ് കോട്ട്. പുറത്ത് നമ്മൾ ഗ്ലൗസ് മാത്രം ഇട്ടിട്ടാ. ഗ്ലൗസ് നമ്മൾ കൈക്ക് തണുപ്പുണ്ട്, പിന്നെ കുഴപ്പമില്ല, നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ ആണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആപ്പ് ഉണ്ട്, ആപ്പിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാക്സി വരും, എന്നിട്ട് നമ്മൾ നേരെ സിറ്റിയിൽ അടിക്കുന്ന വെയിലാണ്. അതെ, നമ്മൾ കൂളിംഗ് ഗ്ലാസ് അതില് ഞാനുണ്ട് ഏകദേശം കൂളിംഗ് ഗ്ലാസ്സിൽ. ആ മാമിന്റെ വലിയ രീതിയിൽ അറിയൂല. ജസ്റ്റ് റിസപ്ഷൻ ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വരും, എന്നിട്ട് നമ്മൾ പോകും. പോകുന്ന വഴിക്കിലെ അതെ, അതെന്താ ഞാനൊരു 4 പോകുന്ന വഴിക്കിലെ കാഴ്ചകൾ നമുക്ക് കാണാം. സൗണ്ട് ക്ലിയർ ആയിരിക്കും എന്നറിയില്ല, മൈക്ക് കുത്തേണ്ടി വരും. ഓക്കെ ഗൈസ്, നമുക്ക് പിന്നെ അൽമാട്ടിയിലെ ഓരോരോ വിശേഷങ്ങളും വഴികളെല്ലാം ആയിട്ട് കാണാം. നമ്മൾ നേരെ ഫ്രണ്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ അതിന് വിചാരിച്ചൊരു വീഡിയോ കാണിക്കട്ടാ. ആ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഗൈസ്. ആ റെഡില് റൈസ് ലാൻഡ് എഴുതിയത് കണ്ട, അതൊരു സൂപ്പർ മാർക്കറ്റാണ്. കാണുന്നില്ലല്ലോ. കണ്ട, ഇതാണ് സൂപ്പർ മാർക്കറ്റ്. കണ്ടാ പറയില്ല. ഏയ് മനേട്ടൻ അതിൻ്റെ അകത്തുണ്ട് ഗൈസ്. ഡ്രസ്സിങ് കണ്ടാത്തൊന്നും കുറച്ച് ഓവറല്ലേ, പക്ഷെ ഇത് ഇട്ടോണ്ടാണ് ഇന്നലെ നമ്മള് കൈക്കൊന്നുമില്ല, ഇന്നലെ നമ്മൾ ഇതേപോലെ ബാഗി ജീൻസാണ് ഇട്ടത്. എന്റെ ദൈവമേ, ഫുള്ള് ചണ്ട, അതായത് നനഞ്ഞൊരു ഫീൽ ആയിരുന്നു. അതെ, ഇന്നിപ്പോ നമ്മള് തെർമലകത്തിട്ടോണ്ട് നമുക്ക് വലിയ അറിയുന്നില്ല കാലിനൊന്നും. ഇനിയിപ്പോ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാന്ന് അറിയില്ല, ഇടേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്കിനെ പോകുന്ന വഴിയിൽ കാണാം. ഇത് കുറച്ച് നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നും, കുറച്ച് ഞങ്ങൾ ഓവറാക്കിയത്, പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇതൊന്നല്ല, ഇനി ഞങ്ങൾ മേടിച്ച സാധനം ഇടാനുണ്ട്. നമ്മുടെ ഷാർജയിൽ 21 ഡിഗ്രിയിൽ ഇങ്ങനെ കട വറക്കുന്നത്, നമ്മ ഇവിടെ വന്നിട്ട് 0-ല് സർവൈവ് ചെയ്യേണ്ടേ ഗൈസ്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു സിറ്റി പോലെ സ്ഥലം. ജംഗ്ഷൻ പോലെ സ്ഥലം. ഇത് ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. കാണുന്നുണ്ടോ? അതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്. പക്ഷെ ഏരിയ രസമുണ്ടല്ലേ, നല്ല. അതെ, സ്നോ വരുമ്പോ മൊത്തം ചിലപ്പോ അതെ ഇതിന്റെ മണ്ടയിലെല്ലാം നമുക്ക് എന്തായാലും ആടുന്നൊരു ഫോട്ടോ എടുക്കണം. നല്ല കിണ്ണം കാച്ചി ഫോട്ടോ കിട്ടും. അതെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കും. നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടൊരു അഡ്വഞ്ചർ ട്രിപ്പും കൂടി കിട്ടി. റൈഡ് പുതിയ റൈഡ് നമ്മളൊരു നിന്നെയോ ഇങ്ങനെ അടിച്ചാൽ മതി. അതിന്റെ മുമ്പിലിരിക്കുന്ന ആളാണ് ഹൈലൈറ്റ്. നമ്മളെ നാട്ടില് 30-ല് പോകുമ്പോ 20-ല് പോകാൻ പറയുന്ന ആളാണ് ചങ്ങായി സീല്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തതായിരുന്നു. വണ്ടി അപ്പോഴത്തേക്കും പഴയ വണ്ടി. എന്നിട്ട് നമ്മൾ കേറി, പ്രശ്നമില്ലാന്ന് വെച്ചിട്ട്. പക്ഷെ കേറണ്ടായിരുന്നു. അയാള് മറ്റേ വണ്ടിക്ക് ഇപ്പൊ കുത്തും, വളച്ച് ഇനി വേറെ റോളർ കോസ്റ്റർ ഒന്നും വേണ്ട, അതായി ഇടാ. അല്ല നാട്ടുകാരെല്ലാം ഇങ്ങനെ തോന്നു പോന്നെ ഞങ്ങൾ ചാവോ? എന്തോ കാമുകിയോട് പണങ്ങിട്ട് വന്നു. ഞങ്ങൾ പോകുന്ന പോക്ക് നിങ്ങൾക്ക് കാണുമെന്നൊക്കെ ചരിഞ്ഞു.
സ്നോ സ്നോ സ്നോ. ഇത് സ്നോയും ഉണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു. അതെ അതെ. എന്തായിരുന്നു റേറ്റ് കൊടുക്കണ്ടവനോ? നമ്മളെ കൊല്ലാതെ കൊന്നു. മനോട് നല്ല പേടിച്ചിരുന്നിന് ഞാനും. പക്ഷെ രസമുണ്ടായി ഇങ്ങനെ വളഞ്ഞ് 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 മറ്റേ റോളർ കോസ്റ്ററിലാണ് നമുക്കൊരു വിശ്വാസം ഉണ്ടെന്ന് ആയില്ല. പക്ഷെ അതൊന്നുമില്ല. വേണ്ടപ്പാ ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇറങ്ങി. നമുക്ക് ഗ്രീൻ ബസാർ പോകണം. അപ്പോൾ ഗ്രീൻ ബസാർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഗ്രീൻ ബസാർ എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. വിശക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. ആ നമുക്ക് KFC ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. ഞങ്ങളല്ല നീ. ആ നമുക്ക് ഇവിടെ അടുത്തൊരു 400 മീറ്ററിന്റെ അടുത്തൊരു KFC ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കഴിക്കാല്ലേ. അതിന് മുന്നേ അതെ അതിന് മുന്നേ നമുക്ക് മണി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മള് ദറംസ് ഡോളർ ആക്കിയിട്ടാണ് കൊണ്ടുവന്നേ. ഇനിയിപ്പോ ഡോളറിന് നമുക്ക് എന്താ പറയുന്നേ, ദുബായ് പോലെ അല്ലാത്തോണ്ട് എന്ത് മാധു ഡോളർ ടെങ്ക് എന്ത് ഡോളറിന് നമുക്കതിന് ഇവിടുത്തെ കസാക്കിസ്ഥാൻ മണിയാക്കണം. ടെങ് ചെയ്യുന്നു അങ്ങനെ എന്തോന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. മനോട്ടം പോയിട്ട് മാറ്റട്ടെ കേസ്. നല്ല ക്ലൈമറ്റ് ആണ്. അതെ എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്. കൈ പുറത്തിടരുതെന്നേ ഉള്ളൂ. കൈ ഗ്ലൗസ് ഇല്ലാണ്ട് പുറത്തിട്ടാൽ ഫൈനലി KFC കിട്ടി. റിയലി ഗുഡ്. യെസ് KFC കിട്ടി. നമുക്ക് ആദ്യം ഇനി അൽമാട്ടിയിലെ KFC ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ട് നോക്കാം. എന്നിട്ട് റിവ്യൂ പറയാൻ. അതെ കുറച്ച് നാക്കൊക്കെ കുഴയുമ്പോലെ തോന്നും. പക്ഷേ പറയാൻ പറ്റുന്നില്ല. അതേ പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ കുറേ യുദ്ധത്തിനൊടുവിൽ KFC കിട്ടി. ഓർഡർ ചെയ്യാനെല്ലാം കുറച്ച് മുഷ്കിലായിരുന്നു ഗൈസ്. കുറച്ച് ബുദ്ധിമുട്ടി. ഇനിയിപ്പോൾ നമ്മൾ നല്ല വിശക്കുന്നുണ്ട്. ഇത് വേഗം കഴിച്ചിട്ട് ബാക്കി കാണാമല്ലേ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മളെത്തി. എൻ്റെ പേരെന്താ വെച്ചെങ്കിൽ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. ഒരു പള്ളിയാണ്. അത് തരാൻ പറ്റുമോ അറിയില്ല. KFC വിങ്സ് കൊള്ളാം. സ്ട്രിപ്സോ ഞാൻ തന്നു. നമ്മൾ വിങ്സും സ്ട്രിപ്സും കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് കുറവാണ്. പക്ഷേ ക്വാളിറ്റി അത്ര നല്ലതാണ്. ടേസ്റ്റ് എല്ലാം വ്യത്യാസമുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ആയാൽ പോലും. അതെ 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 കുഴപ്പമില്ല. യെസ് നമ്മളിപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് വന്നു. ഒരു ചർച്ചാണ്. എൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഗൈസ് ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്പോട്ട്. അസെൻഷ്യൽ കത്രിഡൻ അങ്ങനെ എന്തോ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കറക്റ്റ് എന്താ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവിടെ കുറേ പിള്ളേർ സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്ത് നല്ല സ്ഥലമാണ് നോക്ക്. എൻ്റെ അമ്മോ ഭയങ്കര സമാധാനം ഫീലിംഗ് അല്ലേ മോ. നല്ല സ്ഥലം. ഞാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു നല്ല സ്ഥലം. ഇതുപോലെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. We recommend all. ഇവിടെ ഒന്നുമില്ല. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല. എല്ലാം ഇവരെ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കോട്ട് എടുത്ത് അമ്മോ
തണുക്കുന്ന എന്താ കഴിച്ചാൽ ഞങ്ങളുടെ ബൈക്ക് റൈഡിന് പോകുന്ന അങ്ങനത്തെ ഗ്ലൗസ്. നല്ല തണുപ്പാണ്. ആള് പറഞ്ഞ മാധു പറഞ്ഞ കില്ലർ ഗ്ലൗസ്. അമ്മ എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? മുടിയെല്ലാം പോയി. മാധു കൈ ചത്തില്ലെന്നേ ഉള്ളൂ, ഗ്ലൗസ് വരെ എടുത്തിട്ടേക്ക്. നമുക്ക് ഈ സംഭവം എന്താ അറിയാ? ഇത് രക്തസാക്ഷി മണ്ഡപം എന്നെല്ലാം പറയുന്നില്ലേ? ആ, നമ്മളിന് നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഗ്രീൻ ബസാർ. നമ്മിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്താണ് പോയത്. പേര് അങ്ങനെ പെട്ടെന്ന് പ്രൊനൗൺസ് ആകുന്നത് പോലെ തണുപ്പ് കൂടാൻ തുടങ്ങി. അതെ അതെ അതെ. മിലിറ്ററി മ്യൂസിയം ആണ്. നമ്മൾ നേരത്തെ പോയതും ഇപ്പോൾ ലാസ്റ്റ് പോയതും മിലിറ്ററി മ്യൂസിയം ആണ്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഗ്രീൻ ബസാർ. എല്ലാത്തിനും നമ്മൾ നടരാജാണ്. മ്യൂസിയം കണ്ടു. നമ്മൾ ഗ്രീൻ ബസാർ ആ നമ്മളെല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടായ നടരാജാണ്. അതെ, നടന്ന് രാജാവാം. ഇപ്പോൾ സമയം വൈകുന്തോറും തണുപ്പ് വല്ലാണ്ട് കൂടി വരുന്നുണ്ട്. ഗൈസ്, ആദ്യമായിട്ടാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെയെല്ലാം ഭയങ്കര വണ്ടി പോകുന്ന സൗണ്ടല്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊന്നും കേൾക്കൂല. അതുകൊണ്ട് അമ്മ എൻ്റെ വായിൽ നിന്നും പുക വരാൻ തുടങ്ങി. നിൻ്റെ ഇല്ല, അല്ല എൻ്റെ വായിൽ നിന്ന് വന്നു. 2 വാക്ക് സംസാരിക്കും. ക്യാമറമാൻ അതൊന്നും കേൾക്കില്ല. നമ്മളെ മൈക്കിൽ വെറുതെ കേൾക്കും. ഗൈസ്, ഈ അസുലഭമായ നിമിഷത്തിൽ പറയാനുള്ളത് കാല് കൊക്ക കെട്ടാൻ തുടങ്ങി. കാല് ഇങ്ങനെ പൂച്ചി പിടിക്കാൻ തുടങ്ങി. കൂച്ചിയോ? മാധുവിൻ്റെ നാട്ടിൽ എന്ത് പറയുന്നത്? എന്തോ കോച്ചി കോച്ചി പിടിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ സമയത്രായിന്ന് അറിയോ നിങ്ങൾക്ക്? സമയത്രായി 4:30. കൈ സേഫ്, ബോഡി സേഫ്, പക്ഷേ കാലും മൂക്കും നോട്ട് സേഫ്. അതെ, നമുക്കിനി ഗ്രീൻ ബസാർ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഗ്രീൻ ബസാറിൽ പോയി. പക്ഷേ മൺഡേ ഗ്രീൻ ബസാർ ക്ലോസ്ഡ് ആണ്. ഭാഗ്യവതികൾ. അതെ, നമ്മൾ ജസ്റ്റ് എന്തോ 2-3 അത് ഒരു ബസാർ പോലെ എന്തെങ്കിലും പറഞ്ഞ മാർക്കറ്റ് പോലെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എല്ലാം ക്ലോസ് ആണ്. നമുക്കൊരു 2 ഷോപ്പ് വരെ തുറന്നിട്ടുണ്ട്. അതിന് നമ്മൾ അവിടെ നിന്നൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ച് അവിടെ 1. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വന്നത് അൽമാട്ടി സെൻട്രൽ മോസ്ക്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അൽമാട്ടി സെൻട്രൽ മോസ്ക് ആണ്. ഒരിക്കൽ വന്നാലേട്ടാ ഗ്രീൻ ബസാറിലേക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നെന്ന് വരാം. വരാട്ടാ ഗ്രീൻ ബസാറിലേക്ക് പോകുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അൽമാട്ടി സെൻട്രൽ മോസ്ക് ആണ്, കുറച്ചപ്പുറത്ത്. ഗൈസ്, ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര വൈബല്ലേ. വൈബ് സ്ഥലം, ആൾക്കാർ കുറച്ച് കുറവുണ്ട്. ഗൈസ് നല്ല വൈബ് സ്ഥലം, പക്ഷെ ആൾക്കാർ കുറച്ച് കുറവുണ്ട്. നല്ലത്. നമുക്ക് ഭയങ്കര റഷ് ഫീൽ ഇല്ല. സമാധാനപരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി രാജ്യം അല്ലേ? നമ്മിപ്പോൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ വിൻ്ററിലായാലും കുഴപ്പമില്ല, സ്പ്രിങ് സമ്മർ ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ല സീസണാന്ന് തോന്നുന്നു ഇവിടെ. എന്തായാലും ഈ വിൻ്റർ സീസൺ കൊള്ളാം, നൈസ്. നമ്മളിപ്പോൾ പ്രിക്കോഷൻസ് എടുത്തിട്ട് വരിക. പിന്നെ അർച്ചന മേലത്തിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് തലയും വാലും തിരിഞ്ഞുകൊണ്ട് കാര്യമില്ല, മൈക്കും കൂടി ഒക്കെ വരണ്ടാവും. ഇത് തല പോകുന്നവർക്ക് ഞാൻ കൈ കൊണ്ടുപോകണം. പിന്നെ അടുത്ത ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല വൈബ് ഉണ്ടല്ലേ? നല്ല വൈബ്, നല്ല സ്ഥലം. പക്ഷെ പെട്ടെന്ന് ഇരുട്ടായി. ഇപ്പൊ സമയം 5-5:15 നോർമല് ടൂർ പാക്കേജ് വരുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് ഡേ സിറ്റി ടൂറാണ് നോർമൽ കൊടുക്കാറ്. നമുക്ക് ട്രാവൽ ഏജൻസി ആയതുകൊണ്ട് നമുക്കതറിയാം. ഫസ്റ്റ് ഡേ സിറ്റി ടൂറാണ് ചെയ്യല്. ഇപ്രാവശ്യം നമ്മൾ സിറ്റി ടൂർ ബുക്ക് ചെയ്തിട്ടാണ്. കാരണം നമുക്കൊന്ന് നമ്മൾ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തെങ്കിലും യൂസ് ചെയ്ത് അല്ലെങ്കിൽ ടാക്സി ആക്കിയിട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം, ഭയങ്കര റഷ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സിറ്റി ടൂർ ബുക്ക് ചെയ്തിട്ടാണ്. പക്ഷെ അത് നമുക്ക് നല്ല തീരുമാനമായി. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ബുക്ക് ചെയ്തോളൂ. നമുക്ക് ഇങ്ങനെ ഒന്ന് വൈബ് ചെയ്യണം എന്ന് ആഗ്രഹം ഇല്ലാണ്ട് നമ്മളത് ഇതാക്കി കുറച്ചധികം നടന്നു. നടരാജ് ബസ്സാണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അതെ, നമ്മൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തു, 2-3 സ്ഥലങ്ങൾ കണ്ടു. ടെമ്പറേച്ചർ അറിയില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തും ഏകദേശം ഈ ഒരു ഏരിയ മൊത്തം നടന്നു കണ്ടു അല്ലേ? പിന്നെ അധികം ആൾക്കാർ വരുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആയിരിക്കും കസാഖിസ്ഥാൻ അടുത്ത പാക്കേജ് വേണമെങ്കിൽ നമ്മളെ
ഇൻസൈറ്റ് ഹോളിഡേയ്സിലേക്ക് മെസ്സേജ് ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി. ഗൈസ്, എന്നെ അടുത്തതായി നിരഞ്ജന BS 2 വാക്ക് സംസാരിക്കും. എന്താ പറയാ, അതല്ലേ ഇൻവെർട്ടർ നിരഞ്ജന BS സംസാരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ ഗൈസ്, ഇൻവെർട്ടർ ആണ്. ഇത്ര സമയം വായി അടക്കിയിട്ടാ. ആംബിയോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് മോസ്കിലെത്തിയിട്ടാണ്. നമ്മൾ മോസ്കിൽ പോയതിന് ശേഷം ഇവിടെ അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോഴും ഞാൻ എന്തേലും പറയാം. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഇതാണ് അൽമാട്ടി സെൻട്രൽ മോസ്ക്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളങ്ങനെ മോസ്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നേരെ കരക്ക് കുടിക്കാൻ പോകും. കരക്ക് എന്നുള്ളൊരു പേര് കണ്ടു. നമ്മളത് കരക്ക് ടീ കുടിക്കാൻ പോകുന്നില്ല. പള്ളി കയറാനില്ല. നാട്ടിൽ കയറ്റി ഇതൊക്കെ പള്ളിയുടെ അടുത്തെങ്കിലും പോയിട്ട് വരണ്ടേ. ഇതൊക്കെ കാറിന്റെ മുകളിൽ ഇതൊരു ഫുഡ് ഡെലിവറി ചെയ്യുന്നൊരു ആപ്പാണ് ഗ്ലോവോ. അങ്ങനെ ഗൈസ് നമ്മൊരു കറക്റ്റ് ടീ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഒരു ചായ കുടിക്കാൻ നമുക്ക് ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അതെ, കിട്ടുമോ ഇല്ലയോ നോക്കാം. കറക്റ്റ് നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് അല്ലേ. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് 3 കരക്കിനും ഒരു എക്സ്പ്രസ്സൊക്കെ കൂടിയിട്ട് 3000 സംതിങ് ആയി. അല്ല, 3000 എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടും വീട്ടിലല്ല. കറക്റ്റ് വന്നു. തേങ്ങ ഒരു എക്സ്പ്രസ്സോ വന്നിട്ടുണ്ട്. കറക്റ്റ് കൊള്ളാം. നമ്മളെ നാട്ടിൽ ദുബായിൽ കിട്ടുന്ന സാധനം തന്നെ. ഒരു 3 കറക്റ്റിയും ഒരു എസ്പ്രസ്സോ അല്ലേ, എസ്പ്രസ്സോ ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ എസ്പ്രസ്സോ കൊണ്ടില്ല. അതെന്തോ മനോട്ട് എങ്ങനെയുണ്ട് കറക്റ്റ്? കൊള്ളാല്ലേ? ക്യാപിച്ചിനോ അത് എങ്ങനെയുണ്ട്? ആസ്വദിച്ചു കുടിക്കുന്നു. സൂപ്പർ, എല്ലാരും കലക്ക് നല്ല രസം. പ്രതീക്ഷ പോലെ ആയിരുന്നില്ല. ഫസ്റ്റ് ടൈം കുടിക്കുന്നതാണ്, എങ്ങനെയാണെന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കയ്പായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മതിയാക്കി ക്യാമറ നിർത്തി. ഇതോടുകൂടി നിർത്തി കോഫി കുടി. നമ്മളെ നോർമൽ കോഫിയെ പറ്റുള്ളൂ. അപ്പം നമ്മൾ റെഡി ആവുന്നുണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇട്ടതിന് ശേഷം മാത്രമേ കോട്ട് ഇടാൻ പാടുള്ളൂ. ഞാൻ ഇപ്പോഴായിട്ട് കണ്ടുപിടിച്ച ഐഡിയ. വീട്ടിലെത്തിയ പോലെയാണ് എല്ലാം അയച്ചു വെച്ച്. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പും, അകത്ത് കയറുമ്പോൾ ഭയങ്കര ചൂടും. വീട്ടേക്കുന്ന തുണിയാലും കഷ്ടമാണ്. അല്ല, എനിക്ക് തോന്നി ഇവര് റൂം ടെമ്പറേച്ചർ 26 വെക്കുന്നുണ്ടാവും. 26 വെച്ചിട്ടാ ഇവിടെ AC ഇട്ടിട്ടാ. മറ്റേ ഇതായിരിക്കും, ഹീറ്റർ ആയിരിക്കും ചിലപ്പോ. നല്ല ചൂടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഫോട്ടോ ഇടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. ഒരു കൈ ഇട്ടിട്ട് അപ്പുറത്തെ കൈ കിട്ടാനുള്ള പാടുന്നറിയോ.
അപ്പൊ ചോദിക്കും ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ വന്നത്. പുറത്തിറങ്ങണ്ടേ? ചേച്ചി, തൊപ്പി. Shit. തൊപ്പി വെക്കരുത്. ഞാൻ ഫുള്ളും അടച്ചിട്ടേ പോകും. ഞാൻ അടയ്ക്കുന്നില്ല. ഞാൻ അടച്ച് ഞാൻ തൊപ്പി എടുക്കലോ. തൊപ്പി എടുക്കലോ. എല്ലാം എടുത്തോ. അതെന്റെ ഫോൺ കൂടി എടുക്കും. ഇനി ആ മൈക്കൊന്ന് ഓണാക്കോ. അതിന്റെ മൈക്കാടാണ്. നിങ്ങളെ ബാഗിലുണ്ട്. ബാഗിലുണ്ടാ? ഒന്ന് എൻ്റെ ഇങ്ങനെ എന്നെ ഒന്ന് കാണിച്ചാൽ കാണിച്ചാണ്. ക്ലോസ് ചെയ്തോ, ക്ലോസ് ചെയ്തോ. ക്ലോസ് ചെയ്യില്ല. ഗൈസ് നമ്മളങ്ങനെ കറക്റ്റ് കുടിച്ചിട്ട് ഇറങ്ങി. ഒരാളുടെ ഒരു ദിവസം സൂപ്പറാക്കാം അങ്ങനെയല്ലോ പറഞ്ഞ. അതെ, നമുക്ക് ആ ചേച്ചിയോട് പറയായിരുന്നു. ചേച്ചിയല്ലപ്പാ അനിയത്തിയോട്. നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ? ഏതാ? പള്ളിയെ കണ്ടില്ല. ഇതാണ് ഗൈസ് പള്ളി. നോക്കോട്ടെ. മോസ്ക് ചിലപ്പോ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഇതാണ് ഗൈസ് അൽമാട്ടി സെൻട്രൽ മോസ്ക്. ഇത് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ നമ്മ എങ്ങോട്ട് പോണം എന്ന് ആലോചിക്കുന്നേ. അതെ, എനക്കും. നമ്മ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. കറക്റ്റ് നമ്മൾ കുടിച്ചു. എന്നാലും ഇനി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോകുന്നതാണ്. സമയം ഇപ്പോൾ 6 മണിയായി. നാളെ നമുക്ക് അതെ 6 മണി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കന്നെ നല്ല ഇരുട്ടായി. അപ്പോൾ പിന്നെ വെറുതെ റിസ്കിന് എടുക്കണ്ട, നമുക്ക് ഫുഡും കഴിച്ചിട്ട് വേഗം റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. ഇന്നലത്തെ ഉറക്കെല്ലാം ബാക്കിയുണ്ട്. രാവിലെ 5 മണിക്കാണ് കിടന്നുറങ്ങിയത്. നാളെയും മറ്റന്നാളും നമുക്ക് ഫുൾ ഡേ ടൂറാണ്. അതെ, നാളെ ശംഭുലാക്ക് ലേക്ക് അല്ലേ? ശംഭുലാക്ക് ലേക്കാണോ കേട്ടാ? മൗണ്ടൻ, ശംഭുലാക്ക് മൗണ്ടൻ. നാളെ ശംഭുലാക്ക് മൗണ്ടൻ ആണ്. അവിടെ നമുക്ക് കേബിൾ കാറും മറ്റേ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. മറ്റൊന്നെയാണ് ലേക്കെല്ലാം വരുന്നത്. അപ്പം ഇന്ന് പോയാൽ കുറച്ച് വേഗം റൂമിലെത്തി നമുക്ക് കാര്യമായിട്ട് റെസ്റ്റ് എല്ലാം എടുക്കാം. സിറ്റി ടൂർ കാര്യമായിട്ട് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ മറ്റേ പാക്കേജ് എടുത്ത് പോകുന്നതിനേക്കാൾ ഇതൊരു വൈബ് ഉണ്ട്. അല്ല, നമ്മൾ സിറ്റി ടൂർ നമ്മൾ ഇപ്പോൾ ഡ്രൈവർ വിത്തൊരു കാറാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ടൊന്നുമില്ല സിറ്റി. അല്ല, കാണാനില്ല എന്നല്ല, കാണാൻ നല്ലതുണ്ട്. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സമയം എടുത്ത് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഈ ബിഗ് ബസ്സിലൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ് ശരിക്കും ഇവിടെ കപ്പിൾസ് വ്ലോഗിംഗ് സിറ്റി ടൂർ ചെയ്യേണ്ടത്. മനോട്ടൻ എൻ്റെ ചാനലിൽ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചു. കുറച്ച് കൈ നീട്ടി പിടിക്കുമോ? ഈ 3 ദിവസം അതെ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അടുത്തേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കാം. ഇല്ല, അരമണിക്കൂറില്ല. ഇല്ലപ്പാ, ഒരു 20 മിനിറ്റ്. 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് നടക്കണം നല്ല സുഖമാണ്. മറ്റേ കാറില്ലേ, ടാക്സിയില്ലേ, കുറച്ച് റിസ്ക് ആണ്. എന്താ നേരത്തെ കൊല്ലട്ടി. ഞങ്ങൾ രാവിലെ ഒരു ടാക്സിക്ക് വന്നു. ഒരു ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്തത്. അതിലൊരു 1500 ടെങ്കയോ, നമുക്കത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അതെടുത്തിട്ട് അത് കൺഫേം ചെയ്തു. ഒരു പഴയ കൊറോള, പഴയ ജാംബവാന്റെ കാലത്തിലെ കൊറോള അല്ലേ. അയാളോട് ബ്രദർ സ്ലോ എന്ന് പറയുമ്പോൾ അയാളിങ്ങനെ ആ വണ്ടി കാണുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞു അത് ക്യാൻസൽ ചെയ്താലോ. ഇല്ലേ? പറഞ്ഞോ എന്തേ വിസ്തരിച്ചു വരുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാനെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ പറഞ്ഞു ഓക്കെ അതിൽ തന്നെ പോകാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 സീറ്റ് ബെൽറ്റ് ഇട്ടു. അയ്യോ, ശരിക്കും പഠിച്ചു. അൺസേഫ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ വണ്ടി ഇങ്ങനെ ചെരിയുന്നുണ്ടായിരുന്നു, കണ്ടില്ല? ബ്രേക്കെല്ലാം പിടിക്കുമ്പോൾ ഒരു വളവിലെല്ലാം എടുക്കുമ്പോഴത്തേക്കും മറ്റു സാധനമായിരുന്നു സ്റ്റണ്ടെല്ലാം ചെയ്യുന്ന പോലെ. ലാസ്റ്റ് നമ്മൾ $5 കൊടുത്തു. നമുക്ക് എത്തിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് $5 കൊടുത്തു. ശരിക്കും $3 ആവുന്നുള്ളൂ. അതെ, $5 കൊടുത്തു. $5 നമ്മൾ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് നടക്കുന്നത്. നേരത്തെ വന്ന വഴിയിലൂടെ കുറച്ച് തിരിച്ചു പോകണം. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് കയറും വെള്ളമൊറ്റ വാങ്ങിക്കേ. നോക്ക് വല്ലരക്കാം. എനിക്ക് വരുന്നില്ല. റെഡി 1 2. അമ്മൂനെ കാണുന്നില്ല കേട്ടോ, കുറച്ച് ദൂരം പിടിക്ക്. റെഡി.
നമ്മളെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ് താജ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇന്നത്തെ ഡിന്നർ നമുക്ക് താജ് ഇന്ത്യയിലാക്കാം. നല്ല സെറ്റപ്പൊക്കെയാണ്. അകത്തൊക്കെ ഒരു ഏരിയ ബാറാണ്. നമ്മളെ ടീം ഓൾറെഡി ഇവിടെ എത്തിയിട്ട് ഇരുന്നിട്ടുണ്ട്. നമ്മൾ താജ് ഹോട്ടലിൽ വന്നിട്ടുണ്ട്. താജ് ഇന്ത്യ. ഗൈസ് നമ്മൾ താജ് ഇന്ത്യ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റിംഗ്. വീഡിയോ കട്ട് ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണിച്ചാൽ ഫുള്ള്. ഗൈസ് നമ്മളെ ഫുഡ് വന്നു. നമ്മളങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് ഓർഡർ ചെയ്തിട്ടാണ്. കാരണം വയറങ്ങനെ വിശക്കുന്നില്ല അല്ലേ, നമുക്ക് ഫുള്ളാണ് അല്ലേ വിശക്കുന്ന. ഇപ്പോൾ വിശക്കുന്നില്ല, രാത്രി വിശക്കുമായിരിക്കും. രാത്രി വിശക്കും. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ബട്ടർ നാനും ചിക്കൻ കറിയും അല്ലേ കേട്ടോ, അത് മാത്രമേ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയതാണ്. റൂമിലെത്തിയതിന് ശേഷം ഞാനൊരു കൺക്ലൂഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെ നോക്കിയിട്ടും ആ വീഡിയോ കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ അൽമാട്ടിയിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ശരിക്കും നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.